ദൈവവചന പഠനത്തിന്റെ 14-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന പുസ്തകത്തിന്റെ 13 ക്ലാസ്സുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദ്ധരിക്കപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. 14-ാമത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്കുകളെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ശമരിയ പട്ടണത്തിൽ യേശു ഗലീലയിലേക്ക് പോകുമ്പോൾ കടന്നു പോകുന്നതിനെ കുറിച്ചുള്ള സന്ദർഭത്തെക്കുറിച്ചും ശമരിയ സ്ത്രീയെ കണ്ടുമുട്ടുന്നതിനെ കുറിച്ചും അവളോട് കർത്താവ് വെളിപ്പെടുത്തുന്ന ദൈവിക മർമ്മങ്ങളെ കുറിച്ചുമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ ശമരിയ പട്ടണത്തിന്റെ പ്രത്യേകതകളും അത് എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നൊക്കെ എങ്ങനെയാണെന്നൊക്കെയുള്ളത് ദൈവത്തെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ചരിത്രമായ കാര്യങ്ങൾ നോക്കുമ്പോൾ 1 യെസായേൽ ശലോമിന്റെ മകനായിരിക്കുന്ന രെഹബെയാമിന്റെ കാലത്തും യൊരോബെയാമും അവര് രണ്ടായി പിരിയുകയും 10 ഗോത്രങ്ങൾ ഒരു രാഷ്ട്രമായി അവര് മാറുകയും 2 ഗോത്രങ്ങൾ വേർതിരിയപ്പെടുവാൻ ഇടയാത്തുന്നു. അങ്ങനെ സത്യാരാധന ഉള്ള ഒരു ഗ്രൂപ്പ് യഹൂദയോടുള്ള ബന്ധത്തിൽ യെരൂശലേമിൽ നിൽക്കുമ്പോൾ അതിന് വിരുദ്ധമായിട്ടുള്ള പൈശാചിക ആരാധനയുള്ള ബന്ധത്തിലുള്ള ദുഷ്ട ബ്ലാക്കോട് കൂടിയ യൊരോബെയാം ആരംഭിച്ച ആരാധന മുഖാന്തരമായി ഇസ്രായേൽ തെറ്റിപ്പോവാൻ ഇടയാത്തുന്നു. അങ്ങനെ ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും അവസാനം അവര് ഒടുവിൽ അശൂർ രാജാവൻ അവരെ പിടിച്ചുകൊണ്ട് ബന്ദികളാക്കി കൊണ്ടുപോകുന്നതിനെ കുറിച്ചും ദൈവത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇസ്രായേൽ ജനത്തിൽ വന്നതായ താഴ്ചകളിൽ അവര് ആരംഭിച്ച ശമരിയയിലെ ആരാധനയുള്ള ബന്ധത്തിൽ അത് യൊരോബെയാമിന്റെ പിന്തുടർച്ചയോടുള്ള ബന്ധത്തിലുള്ള കാര്യമായിട്ട് വരുമ്പോൾ യെരൂശലേമിലെ ആരാധന സത്യാരാധന കണക്കുവാക്കിയെടുത്തിരുന്നു. ഈ അശൂർ രാജാക്കന്മാർ പിടിച്ചുകൊണ്ടുപോയതിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. കാരണം അത് 5 ഭർത്താക്കന്മാരെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ശമരിയ സ്ത്രീ അവിടെ അത് പ്രദാനം ചെയ്തിരിക്കുന്നത് ശമരിയ ജാതിയാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. എന്നാൽ ഈ ശമരിയർക്കുള്ള പ്രത്യേകതകൾ എന്താകുന്നു എന്നുള്ളത് ഈ സ്ത്രീയുടെ സംസാരത്തിൽ നിന്നും അവള് ക്രിസ്തുവിന്റെ അടുത്ത് അത് വെളിപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് നമുക്കത് സാധിക്കുന്നുണ്ട്. ഇതിന്റെ ചരിത്രം നോക്കുമ്പോൾ ഈ ശമരിയ ജാതികളായിരുന്നെങ്കിലും അവർക്ക് അവരുടെ അഭിമാനമായിരിക്കുന്ന ഒരു കാര്യമായിരുന്നു യാക്കോബിന്റെ കിണർ. യാക്കോബിന്റെ കിണറെ കുറിച്ച് വളരെ അഭിമാനത്തോടെ അതിൽ നിന്ന് കുടിക്കുന്ന വെള്ളത്തിന്റെ പ്രത്യേകതയും അത് അവർക്ക് കൊടുത്തതാകുന്നു, അവർക്ക് ലഭിച്ചതാകുന്നു എന്നുള്ള അഭിമാനം ശമരിയയിലുള്ളവർക്ക് ഉണ്ടാകും. അങ്ങനെ ആ വെള്ളത്തിന്റെ പ്രത്യേകത ഉള്ള അല്ലെങ്കിൽ വളരെയധികം അഭിമാനത്തോടു കൂടി അതിൽ നിന്ന് കുടിക്കുന്ന ഒരു ജാതിയായിരുന്നു ശമരിയ ജാതി. അവരെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ജീവന്റെ ഉറവയായിരിക്കുന്ന യഥാർത്ഥമായിരിക്കുന്ന രക്ഷയുടെ ഉറവയെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ ഗലീലയിലേക്ക് പോകുമ്പോൾ ശമരിയയിലൂടെ കടന്നു പോകാൻ കഴിയാത്തത്. പിതാവിന്റെ പശ്ചാത്തലം നമുക്കറിയാം. യാക്കോബ് മരിക്കുന്നതിന് മുമ്പ് ദൈവം അവനെ മിസ്രൈമിലേക്ക് അയച്ചു. അങ്ങനെ യാക്കോബ് പോയത് നിസ്സാരണക്കായിട്ടല്ല പോയത്, അവൻ രാജകീയമായിട്ടാണ് അവിടെ കടന്നു പോയത്. അതുപോലെ അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവനെ മടങ്ങി വന്നതും അവൻ മരിച്ച ശേഷവും രാജകീയമായിട്ടുള്ള മടങ്ങി അവർ കൊടുത്തു. എന്നാൽ അവൻ മരിക്കുന്നതിന് മുമ്പായി ഈ അവന്റെ ഇഷ്ടപുത്രനായിരിക്കുന്ന യോസഫിന് യാക്കോബ് മലഞ്ചെരിവ് പ്രത്യേക ഒരു അവകാശമായി കൊടുക്കുന്നതിനെ കുറിച്ച് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭാഗത്തും വെളിപ്പെടുത്തിയിരിക്കുന്നത് യാക്കോബ് യോസഫിന് കൊടുത്ത പ്രദേശത്തുണ്ടായിരുന്ന ഒരു ഉറവയെ കുറിച്ചും അല്ലെങ്കിൽ കിണറിനെ കുറിച്ചും അത് തന്റെ ഇഷ്ടപുത്രനായിരിക്കുന്ന യോസഫിന് കൊടുത്തതാകുന്നു എന്നുള്ളത് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുക. ഈ കിണറിനെ കുറിച്ചുള്ള ഒരു പ്രത്യേകത അവിടെ കാണുമ്പോൾ അത് യോസഫിന്റെ അവകാശ ദേശമായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ യാക്കോബ് പദ്ദൻഅരാമിൽ നിന്ന് വരുമ്പോൾ യാബോക്ക് കടന്നു കഴിയുമ്പോൾ അവന്റെ മനസ്സിന്റെ വേദനയും പ്രയാസവും മുഴുവനും അവന് ഏശാവ് എന്നുള്ള
വ്യക്തിയായിരുന്നു. അത് പെനിയനിൽ വെച്ച് ഏശാവുമായിട്ട് അവർ കണ്ടുമുട്ടി. അവിടുന്ന് അവര് തമ്മിൽ സമാധാനത്തോടെ പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ യാക്കോബ് തന്റെ യാത്രയിൽ മനസാന്നിധ്യവും സന്തോഷമുള്ളവനായി നിർഭയത്തോടുകൂടി സൂക്കോത്തിൽ വന്നവൻ പാർത്ത് അവിടെ വീട് പണിത് അവിടെ കന്നാലികളെയൊക്കെ കൊറ്റാനുള്ള വഴികളൊക്കെ തുടങ്ങി കുറച്ചവിടെ താമസിച്ചെന്നാണ് ദൈവത്തിൽ ഉൽപ്പത്തി പറഞ്ഞിരിക്കുന്നത്. 33-ാമത്തെ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ. അല്ല, അവിടുന്ന് പിന്നീട് അവൻ യോർദാൻ കടന്ന് അവൻ എത്തിയത് അവിടുന്ന് യോർദാന്റെ സൂക്കത്ത് എന്നുള്ളത് യോർദാന് അക്കരെയുള്ള സ്ഥലമാണ്. അപ്പൊ അവിടുന്ന് അവൻ പിന്നീട് കനാൻ ദേശത്തേക്ക് അവിടുന്ന് യോർദാൻ അക്കരെ കടന്ന് അവൻ എത്തിച്ചേർന്ന സ്ഥലം അത് ശേഖേമിലാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ ആ ശേഖേമിനടുത്തുള്ള സ്ഥലമാണ് സുഗാർ. ഈ ശമരിയ ദേശത്തെ 3 പ്രധാന പട്ടണങ്ങളാണ് ശമരിയ, സുഗാർ, അതുപോലെ ശേഖേം. അപ്പോൾ ശേഖേമിൽ അവൻ എത്തി. അവിടെ അവൻ താമസിക്കുകയും ദൈവത്തിന്റെ ആലയം പണിയുകയും ചെയ്യുമ്പോൾ അത് ഈ സുഗാറിനോടടുത്തുള്ള സ്ഥലത്തായിട്ടാണ് അവൻ പാളയം അടിച്ചത്. അപ്പോൾ അവിടെയാണ് കിണർ കുഴിച്ചതിനെ കുറിച്ചുകൂടെ. അപ്പോൾ ഈ ശേഖേമിനും സുഗാറിനും അടുത്തുള്ള സ്ഥലത്താണ് ഈ യാക്കോബ് കിണറെന്ന് അറിയപ്പെടുന്ന കിണറിന്റെ പശ്ചാത്തലം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ദേശം യാക്കോബ് ഹോമേറിന്റെ മകനോട് വില കൊടുത്ത് വാങ്ങിയതാണ്. അങ്ങനെ വില കൊടുത്ത് വാങ്ങിയ സ്ഥലം അവൻ്റെതായി മാറുകയും അത് ജോസഫിന് അവകാശമായി ലഭിച്ചു. ജോസഫിന്റെ അസ്ഥി കൊണ്ടുവന്ന ഇസ്രായേൽ യോശുവയുടെ നേതൃത്വത്തിൽ അവിടുന്ന് വന്നു കഴിയുമ്പോൾ അവർ കൊണ്ടുപോയി ഈ ജോസഫിന്റെ അസ്ഥി അടക്കം ചെയ്തത് ഈ ശെഖേമിൽ ആകുന്നുവെന്ന് യോശുവയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജോസഫിനോട് ബന്ധത്തിൽ വളരെയധികം പ്രാധാന്യതയുള്ള ഒരു സ്ഥലമാണ് ശെഖേം. അപ്പം ആ ശെഖേമിനുള്ള ബന്ധത്തിലുള്ള അടുത്തൊരു സ്ഥലമാണ് സുഗാർ. അവിടെ വെള്ളത്തോടുള്ള ബന്ധത്തിലുള്ള കിണറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ യേശുവയുടെ പുസ്തകത്തിന്റെ അവസാനം എഴുതി പൂർത്തീകരിച്ചിരിക്കുന്നത് യോസഫിന്റെ ശവശരീരം കൊണ്ട് അടക്കുന്നതിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ലോകപരമായിട്ട് ചിന്തിക്കുമ്പോൾ മിസ്രൈം എന്ന ആ രാജ്യത്തിന്റെ അധിപനായിരിക്കുന്ന ജോസഫിന് ഒരിക്കലും അവിടുന്ന് ഈ ഒരു അവകാശം വാങ്ങിക്കാൻ വേണ്ട ആവശ്യം ലോകപരമായിട്ട് നോക്കുമ്പോൾ ഇല്ല. എന്നാൽ അവിടെ ഒരു സൂചി കുത്താൻ പോലും സ്ഥലം അവകാശമായി വാങ്ങിച്ചില്ല. അവന് കാഴ്ചപ്പാടുണ്ടായിരുന്നു. അവൻ മിസ്രൈമിലെ തന്റെ തലമുറകൾക്ക് വേണ്ടി നിശ്ചയം ഉണ്ടാക്കേണ്ട ചെയ്തത് അവിടുന്ന് അവർ പോരുമെന്നു. അവർ പോരുമ്പോൾ അവന്റെ അസ്ഥികൾ പോലും അവിടെ ഇട്ടേക്കരുത്, അത് കനാൻ ദേശത്ത് വാട്ടുദേശത്ത് എത്തണം എന്നുള്ള വലിയ കാഴ്ചപ്പാടുള്ളവനായിരുന്നു എന്നുള്ളത് നമുക്ക് യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 24-ാമത്തെ 32-ാം വാക്യത്തിൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കൊണ്ടുപോകുന്ന ജോസഫിന്റെ അസ്ഥികളെ അവർ ശെഖേമിൽ യാക്കോബ് ശെഖേമിന്റെ അപ്പനായ ഹമോരിന്റെ മക്കളോട് 100 വെള്ളിക്കാശിന് വാങ്ങിയിരുന്ന നിലത്ത് അടക്കം ചെയ്തു. അത് ജോസഫിന്റെ മക്കൾക്ക് അവകാശമായി തീർന്നു. അപ്പോൾ ജോസഫിന്റെ മക്കൾക്ക് അവകാശമായി തീർന്ന സ്ഥലത്താണ്, അവകാശദേശത്താണ് അവന്റെ ശവശരീരം അടക്കം ചെയ്തത്. ഈ ശെഖേം, ഈ പറയുന്ന സുഗാർ എന്ന സ്ഥലങ്ങളൊക്കെ ജോസഫിനുള്ള ബന്ധത്തിൽ ഉള്ള സ്ഥലങ്ങളാകുന്നു എന്നുള്ളത് ഈ തിരുവചനത്തിന്റെ പഴയ നിയമപഠനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ദീർഘമായിരിക്കുന്ന ഒരു പഠനം നമുക്ക് ആവശ്യം ആയി വരുന്നത് പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ നല്ലൊരു ബന്ധത്തിൽ ചിന്തിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ പഴയ നിയമം പുതിയ നിയമം പഠിക്കണമെങ്കിൽ പഴയ നിയമത്തിലുള്ള ആഴമേറിയ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു നമുക്ക് പഠനമുണ്ടായിരിക്കും, ഏകദേശം ഒരു ചിന്ത ഉണ്ടായിരിക്കും. എങ്കിൽ മാത്രമേ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളുടെ യഥാർത്ഥമായിരിക്കുന്ന മുഴുവനും കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അല്പമായിട്ടെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ വേണം ഈ സന്ദേശങ്ങളൊക്കെ പഠിക്കാൻ. അപ്പോൾ അങ്ങനെ ആ വെള്ളം കോരുവാൻ വേണ്ടി ശമരിയ സ്ത്രീ വരുന്ന സമയം 6 മണി നേരത്ത് വന്നതായിരുന്നു. 6 മണി നേരം എന്നുള്ളത് നമ്മുടെ സമയമായിരിക്കും 12 മണി നട്ടുച്ച നേരമാണ്. വളരെ ഇതൊക്കെയാണ് നട്ടുച്ച നേരത്തെ കുറിച്ച് വായിക്കുന്നത്. വെള്ളം വരാൻ സാധാരണ സ്ത്രീകൾ
വെള്ളം കോരാൻ വരുന്നത് നമുക്കറിയാം, അത് സൂര്യൻ അസ്തമിക്കുന്ന വൈകുന്നേരമാണ്. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 11-ാം വാക്യത്തില് സ്ത്രീകൾ വെള്ളം കോരാൻ വരുന്ന സമയം ഏതാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എപ്പോഴാണ് സ്ത്രീകൾ പൊതുവെ വെള്ളം കോരാൻ വരുന്നത് എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകത്തില് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സമയമാണ് സാധാരണ സ്ത്രീകളൊക്കെ വൈകുന്നേരമാണ്. 24-ാം അധ്യായം 11-ാം വാക്യം. വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരുവാൻ വരുന്ന സമയത്ത് ഒട്ടകങ്ങളെ പട്ടണത്തിന് പുറത്ത് ഒരു കിണറ്റരികെ നിർത്തി പറഞ്ഞു. അപ്പോൾ വൈകുന്നേരമാണ് സ്ത്രീകൾ വെള്ളം കോരുവാൻ വേണ്ടി വരുന്നത്. എന്നാൽ ഇവിടെ ഈ ശമരിയ സ്ത്രീ വരുന്നത് വൈകുന്നേരമല്ല, 6-ാം മണി നേരം, ഏകദേശം ഉച്ച സമയത്താണ്. അപ്പോൾ ഈ നട്ടുച്ച സമയത്താണ്, 12 മണിക്കാണ്. 6-ാം മണി എന്ന് പറയുമ്പോൾ 12 മണി. നമുക്ക് ഇസ്രാന്റെ ഈ സമയത്തെ കുറിച്ച് അറിയാം. 1-ാം മണി എന്ന് പറയുന്നത് നമുക്ക് 6 മണി തുടങ്ങി വൈകിട്ട് 6 മണി വരെയുള്ള സമയത്ത് 12 മണിക്കൂറും, രാത്രി 12 മുതൽ വൈകിട്ട് 6 മുതൽ നേരം വെളുക്കുന്ന 6 മണി വരെ രാത്രിക്ക് 12. കർത്താവ് പറഞ്ഞു പകലിന് 12 മണിക്കൂർ സമയമുണ്ടല്ലോ, രാത്രിക്ക് 12 മണിക്കൂർ സമയമുണ്ടല്ലോ. അപ്പൊ ഈ 12 മണിക്കൂറിൽ ഇസ്രായേലിന്റെ സമയം 6 മണി ആരംഭിക്കുമ്പോൾ ഏകദേശം 6-ാം മണി നേരം എന്ന് പറയുന്നത് നട്ടുച്ച സമയം 12 മണി. ഈ സമയത്ത് സാധാരണ സ്ത്രീകൾ വെള്ളം കോരാനായിട്ട് പോകാറില്ല. അവർ വൈകുന്നേരത്താണ് പോകുന്നത്. അതേക്കുറിച്ച് നമ്മൾ 24-ാം അധ്യായം ദിവസം 14-ാം അധ്യായം വായിച്ച് അതിനകത്ത് തെളിവിൽ നിന്ന് മനസ്സിലായി. അപ്പൊ വചനത്തെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇതൊരു 6-ാം മണി നേരത്ത് അവള് വെള്ളം കോരാൻ വേണ്ടി വരുന്ന സമയത്ത് അവിടെ യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉടനരികെ ഇരുന്നിരുന്നു. അപ്പൊ നമ്മുടെ കർത്താവ് ജഡത്തിലായിരുന്നപ്പോൾ നാം അനുഭവിച്ച സകല വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ അവൻ അനുഭവിച്ചിരുന്നു. അപ്പം ക്ഷീണമൊക്കെ ഉണ്ടാകും, വഴി നടന്ന ക്ഷീണം ഉണ്ടാകും. നമ്മൾ സുരക്ഷയ്ക്ക് വേണ്ടി പോയാലും ഏത് കാര്യത്തിന് വേണ്ടി പോയാലും നമ്മുടെ ശരീരം ക്ഷീണിക്കും. അപ്പം കർത്താവിന് വഴി നടന്ന് ക്ഷീണിച്ചെങ്കിൽ നമുക്ക് വഴി നടക്കാം, നമുക്ക് ക്ഷീണിക്കാം. അല്ലാതെ നമ്മളിപ്പം സുരക്ഷയ്ക്ക് വേണ്ടി പോവുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഒരു നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അത് മനുഷ്യനാണ്. മനുഷ്യന്റെ ശരീരം എന്നുള്ളത് ചൂടേറ്റാൽ അതിൻ്റെതായ പ്രത്യേകത ഉണ്ടാകും, മഴ കൊണ്ടാറുണ്ടാകും, അതൊക്കെ മനുഷ്യന് സ്വാഭാവികമായിട്ടുണ്ടാകും. ഇവിടെ യേശുക്രിസ്തു ഇവിടെ നടന്ന് ക്ഷീണിച്ചിട്ട് ഉറങ്ങുകയാണ്. എന്നാൽ ദൈവമായി പറയുന്നവൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല, ക്ഷീണിക്കുന്നില്ല, അപ്രമേയത്തെ കുറിച്ചാണ് പറയുന്നത്. ദൈവമായിരിക്കുന്ന ക്രിസ്തുവിന് ക്ഷീണമില്ല, ദൈവമായിരിക്കുന്ന വചനമാകുന്ന ദൈവത്തിന് ഉറക്കമില്ല. എന്നാൽ മനുഷ്യനായിരിക്കുന്ന എന്നോടും നിങ്ങളോട് സദസ്യനായി വന്നു കഴിഞ്ഞപ്പോൾ യേശുവിന് ക്ഷീണമുണ്ട്. യേശു അതുകൊണ്ടാണ് ജഡത്തിൽ മരിച്ചത്. രോഗം ശീലിച്ചവനായിരുന്നു. പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന വേദനകളും നിരാശകളും ദുഃഖവും വിശപ്പും വേദനയുമെല്ലാം കർത്താവ് അനുഭവിച്ചവൻ ക്ഷീണം അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ഷീണിച്ചിരിക്കുന്നവരെ ബലപ്പെടുത്തണവാൻ നമ്മുടെ കർത്താവ്. ആരെങ്കിലും വഴി നമ്മൾ ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ക്ഷീണം ദൈവത്തിന് അറിയാം. നമ്മളെ അവനെല്ലാം ഒരു മനുഷ്യനെ കുറിച്ചെല്ലാം തിയറി പഠിച്ച് മനസ്സിലാക്കിയല്ലേ ചെയ്തത്. അത് സൃഷ്ടിതാവാൻ ദൈവം എല്ലാം അറിയാം. പക്ഷെ അവൻ ശരീരത്തിൽ അതെല്ലാം വഹിപ്പാട്ടിടയാത്തവന്നു ക്ഷീണിച്ചു യേശു. അങ്ങനെ യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉടനെരിയിരുന്നു. അപ്പൊ ചോദിക്കും, യേശുവിന് ക്ഷീണം വന്നോ? യേശുവിന് ക്ഷീണം വന്നോ എന്ന് ചോദിച്ചാൽ അവൻ മനുഷ്യനായിരിക്കുന്ന ക്രിസ്തുവിന് ക്ഷീണമുണ്ട്. എന്നാൽ ദൈവപുത്രനായിരിക്കുന്ന വചനമാകുന്ന ദൈവത്തിന് ക്ഷീണമില്ല. അവന്റെ ശക്തി അപ്രമേയമാണ്. എന്നാൽ മനുഷ്യനുള്ള ബന്ധത്തിൽ ഈ പറയുന്ന വിശപ്പും ദാഹവും ക്ഷീണവും ഉറക്കവും ഒക്കെ കർത്താവിനുണ്ട്. യേശു വന്ന മനുഷ്യനെ വന്ന ക്രിസ്തുവിനുണ്ട്. അവൻ ഉറവനരികെ ഇരിക്കുക. അപ്പോൾ ഏകദേശം 6-ാം മണി നേരമായിരുന്നു. ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. ഒരിക്കലും ഒരു പ്രതീക്ഷമായിരിക്കുന്ന ഒരു കാര്യമല്ല. ഈ സ്ത്രീ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല ഈ സമയത്ത് ആരെങ്കിലും അവിടെ ഇരിക്കുമെന്നുള്ളത്. ആരുമില്ലാത്ത ഒരു സമയം നോക്കിയാണ് ഈ വെള്ളം കോരാനായിട്ട് ഈ സ്ത്രീ ഇറങ്ങി വരുന്നത്. കാരണം അവളുടെ പ്രത്യേകതകളെ കുറിച്ച് നമുക്കറിയാം. നമുക്ക് പിന്നീട് നമ്മൾ പറയുമ്പോൾ അവളെ കുറിച്ച് മനസ്സിലാകുമ്പോൾ അന്നത്തെ ആ സാഹചര്യത്തിൽ എല്ലാവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ജീവിത പശ്ചാത്തലമുള്ള ഒരു സ്ത്രീ ആയിരുന്നില്ല ഈ ശമരിയ സ്ത്രീ. അതുകൊണ്ടാണ് ആരും ഇല്ലാത്ത സമയം നോക്കി അവൾ വെള്ളം കോരാൻ എത്തിയത്. പക്ഷെ എന്നാൽ അവൾ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തി അവളെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവളുടെ മനസ്സറിയാവുന്ന
അവളുടെ ഹൃദയം അറിയാവുന്ന, അവളുടെ ദാഹം അറിയാവുന്ന അവളുടെ സൃഷ്ടതാവാം ദൈവം അവളെ തേടി അക്കരയിൽ ഇരിപ്പുണ്ടായിരുന്നു. ആ സമരിയ എന്ന ജാതിയെ തേടിയാണ് യേശു അവിടെ ഇരുന്നിരുന്നത്. അപ്പോൾ ഇവൾ വന്ന് യേശു അവളോട് ചോദിക്കുകയാണ്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. അവൾ നേരിട്ട് ചോദിച്ചു, നീ എനിക്ക് വെള്ളം കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. ഇവിടെ യേശു ക്ഷീണിച്ചിരിക്കുന്നു. ശിഷ്യന്മാർ ഭക്ഷണം കൈക്കൊള്ളുവാൻ വേണ്ടി അവര് പട്ടണത്തിൽ പോയിരിക്കുക. യേശു അവളോട് ചോദിച്ചു, നീ എനിക്ക് കുടിപ്പാൻ വെള്ളം തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവള് വളരെ അതിശയത്തോടെ ചോദിക്കുകയാണ്, എനിക്ക് കുടിപ്പാൻ തരണമെന്ന് ചോദിച്ചു. അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയി. 5 അപ്പം കൊണ്ട് 5000 പോയി പോഷിപ്പിക്കുന്ന കർത്താവിന് അവിടെ അങ്ങ് അപ്പം ഉണ്ടാക്കിയെടുത്താൽ പോരായിരുന്നു. ഇവര് പട്ടണമായി. നമ്മുടെ കർത്താവ് ഒരിക്കലും ഈ ആവശ്യമില്ലാത്തിടത്ത് ഒരു അത്ഭുതം ചെയ്തിട്ടില്ല. ദൈവമക്കളെ, വിശ്വാസമായിരിക്കും ഞാനും നിങ്ങളും എല്ലായിടത്തും അത്ഭുതം നോക്കിക്കൊണ്ടിരിക്കുന്നു. ചിലർക്ക് എല്ലാം ദൈവത്തെ അത്ഭുതമാണോ എന്നിരിക്കുന്നത്. അങ്ങനെയല്ല. കർത്താവിന് ഈ ശിഷ്യന്മാരെ വെള്ളത്തിന് ആഹാരം ഭക്ഷണം അയക്കാൻ വേണ്ടി ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരിക്കലും എല്ലാ കാര്യങ്ങളും ദൈവം പ്രവർത്തിക്കട്ടെ, എന്ന് പറഞ്ഞാൽ അങ്ങനെയെല്ലാം അങ്ങനെ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി കർത്താവ് പ്രവർത്തിച്ചിട്ട് ദൈവത്തിന് മഹത്വമുള്ള കാര്യങ്ങളാണ് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. യേശു ഒരിക്കലും മജീഷ്യനെ പോലെ പ്രവർത്തിക്കത്തില്ല, ഒരു മാന്ത്രികനെ പോലെയല്ല യേശു പ്രവർത്തിച്ചത്. യേശു ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ അവൻ അത്ഭുതം പ്രവർത്തിച്ചു. പക്ഷെ അതുപോലും പറഞ്ഞിരിക്കുന്നത് അതേക്കുറിച്ച് എഴുതിയാൽ തികയത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു വരാൻ കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത്, അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. അപ്പോൾ പട്ടണത്തിലേക്ക് പറഞ്ഞയക്കണമെന്ന് കർത്താവ് പറഞ്ഞപ്പം കർത്താവ് അവരെ അയച്ചില്ല. കൊടുക്കാൻ പറഞ്ഞ് മരുഭൂമിയിലെ അപ്പം കൊടുത്തിട്ടു. ഈ വെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവമാണ്. മരുഭൂമിയിൽ അപ്പം അവിടെ ഈ പറയുന്ന സ്ഥലത്ത്, ഈ ശമരിയ സ്ഥലത്ത് അപ്പം കൈക്കൊള്ളുവാൻ അവിടെ അയക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, യേശു ഒരിക്കലും ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഒരു അത്ഭുതവും ദൈവം ചെയ്തിട്ടില്ല. സാധാരണ ചെയ്തത് മനുഷ്യ ജീവിതമാണ് കർത്താവ് നയിച്ചത്. വിശ്വാസികളും നമ്മളും ഇങ്ങനെ ഒരു ചിന്താഗതി കർത്താവിനെക്കുള്ളവരായിരിക്കണം. എല്ലാ സ്ഥലങ്ങളിലും നമ്മള് അങ്ങനെ അതിശയത്തിന്റെ പ്രവൃത്തി ചിന്തിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തേണ്ട സ്ഥലങ്ങളിൽ ദൈവത്തെ വെളിപ്പെടുത്തും. രാത്രിയിൽ ഈ കാര്യം മനസ്സിലായിരിക്കുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ആലോചന ചോദിച്ചത് ചെയ്യണം. ദൈവത്തോട് അതേ വഴി വരുമ്പോൾ അത് നമ്മൾ ചെയ്യണം. അവിടെ എല്ലാം നമ്മള് അത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കരുത്. അങ്ങനെയായിരുന്നെങ്കിൽ കർത്താൻ ഇവരെ ഭക്ഷണത്തിന് കൊണ്ടുപോകാൻ അവരെ വായിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇവരെ പഠിപ്പിച്ചില്ലെങ്കിൽ ഈ ശിഷ്യന്മാര് ഒരിക്കൽ പോലും ഭക്ഷണത്തിന് വേണ്ടി ചിന്തിക്കത്തിൽ പോകത്തില്ലായിരുന്നു. കർത്താനോട് നടന്നു കഴിഞ്ഞാൽ ശിഷ്യന്മാരാകാരം അങ്ങനെയല്ല കർത്താവ് പഠിപ്പിച്ചത്. യേശു അവരെ പ്രായോഗികമായിരിക്കുന്ന ഒരു ജീവിതം പഠിപ്പിക്കും. ഭക്ഷണം വേണോ പോയി വാങ്ങിച്ചു വരാൻ പറഞ്ഞു. ഞങ്ങൾ എന്റെ പുറകെ വരികയല്ലേ, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അല്ല, ദൈവം അത് പ്രായോഗികമായി ജീവിതം പഠിപ്പിച്ചത്. വേണ്ട സ്ഥലത്ത് വേണ്ട രീതിയിൽ എന്ത് ചെയ്യണം എന്നുള്ളത് കർത്താവ് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഭൗതിക വിഷയങ്ങളുടെ ബന്ധത്തിൽ നാം എപ്പോഴും വാങ്ങിക്കേണ്ട സ്ഥലത്ത് വാങ്ങിച്ചോണം, കൊടുക്കേണ്ട സ്ഥലത്തിന് കൊടുത്തോണം. അതാണ് കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മളെ കൊണ്ട് സാധിക്കാത്ത മേഖലകളിൽ, അസാധ്യമായ സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇന്ന് രാത്രിയിൽ ഈ തിരുവചനം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണമേ എന്നുള്ളതും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അവര് ഭക്ഷണം കൊള്ളുവാൻ വേണ്ടി പട്ടണത്തിൽ പോയിരുന്നു. ശമരിയ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമരിയക്കാരത്തിയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമരിയക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല. അപ്പോൾ ഇവന്റെ ഈ
വേഷവിധാനങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ യേശുവിനെ നോക്കിയിട്ട് ശമരിയ സ്ത്രീ പറയുക, നീ യഹൂദനാ. അപ്പോൾ അല്ലാതെ മറ്റൊരു വസ്ത്രം കർത്താവ്, വേറൊരു രീതിയിലുള്ള ഒരു വേഷ സംവിധാനം ഒന്നും കർത്താവ് ഉപയോഗിച്ചില്ല. തന്നെ മറ്റുള്ളത് വ്യത്യസ്തനായിട്ട് അറിയാൻ വേണ്ടിയുള്ള ഒരു വേഷ വിധാനങ്ങളൊന്നും ഉപയോഗിച്ചത്. അന്നത്തെ യഹൂദന്മാർ എങ്ങനെയാണോ വസ്ത്രം ധരിച്ചിരുന്നത് ആ വസ്ത്രമാണ് അവൻ ധരിച്ചിരുന്നത്. ഒരിക്കലും പുരോഹിത വസ്ത്രമോ ഒന്നും യേശു ധരിച്ചില്ല. യഹൂദന്റെ വസ്ത്രമാണ് കർത്താവ് ധരിച്ചിരുന്നത്. തന്നെ ഒരു സാധാരണ ഒരു യഹൂദനെ പോലെ ആണ് അവൻ വസ്ത്രം ധരിച്ച് ജീവിച്ചിരുന്നത്. കാരണം യഹൂദൻ ആയിരിക്കെ ശമര്യക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. അത് പറഞ്ഞു, ഞാൻ ശമര്യക്കാരത്തിയായ സ്ത്രീ, നീ യഹൂദനാ. അങ്ങനെ നമ്മൾ തമ്മിൽ സമ്പർക്കമൊന്നുമില്ല. ഇങ്ങനെ ഈ ശമര്യജാതിയോട് മാത്രമല്ല, യഹൂദനെ സംബന്ധിച്ചിടത്തോളം അന്യജാതിക്കാരോട് സംസർഗം ചെയ്യുന്നതെല്ലാം നിഷിദ്ധമാണ്. പ്രവൃത്തി 10-ാം അധ്യായം 28-ാം വാക്യം വായിക്കുമ്പോൾ പത്രോസ് അത് പറഞ്ഞിട്ടുണ്ട്. പത്രോസിന്റെ സ്വഭാവം ദൈവത്തെ അറിയാമായിരുന്നു. യഹൂദ ആ പാരമ്പര്യങ്ങളെ പിടിച്ചവനായിരുന്നു, പക്ഷെ ദൈവനെ മാറ്റിക്കൊടുത്തു. അതായത് 28-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അന്യജാതിക്കാരനോന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ആരോടെ പറയുന്നറിയാമോ? റോമൻ സാമ്രാജ്യത്തിലെ ശതാധിപനോട് പറയുക. അപ്പോൾ ഈ റോമക്കാരെ അവിടെ അധികാരം നടത്തുന്നെങ്കിൽ യഹൂദനെ സംബന്ധിച്ചോളം അവന്റെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. അവർക്ക് ലഭിച്ചിരുന്ന പാരമ്പര്യം അവർ വിട്ടുകളയാതെ അതിനുവേണ്ടി അവര് നിൽക്കുമായിരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും അവര് പല വിഷയത്തിലൂടെ എന്നും അവർ കടന്നു പോകാൻ കാരണം അവർക്ക് ലഭിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി അവർ പിടിക്കുന്നത് കൊണ്ടാണ്. വിട്ടുവീഴ്ചയില്ലാതെ പിടിക്കും. ഈ യഹൂദൻ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ പിടിക്കുന്ന ചില നിയമങ്ങളൊക്കെ. ഈ യഹൂദന്മാരും ശമര്യക്കാരും തമ്മിൽ സമ്പർക്കമില്ലാത്ത ഒരു ജാതിയാണ് ഇവര്. എന്നാൽ പത്രോസ് പറഞ്ഞു, യഹൂദന് അന്യജാതിക്കാരുടെ അടുക്കൽ പോകുന്നതും അവരുമായി പെരുമാറുന്നതെല്ലാം നിഷിദ്ധമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ വേർപെട്ടവരാണ്, ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. അതുകൊണ്ട് അന്യദൈവങ്ങളെ ആരാധിക്കുന്നവരുമായിട്ടുള്ള രീതിയിൽ ബന്ധങ്ങളില്ലാതിരിക്കാൻ വേണ്ടി അവരെ വ്യത്യസ്തമായിരിക്കുന്ന നിയമ സംവിധാനങ്ങളും ആരാധന ക്രമീകരണങ്ങളും കൊടുത്ത ഒരു ജാതിയാണ്, ശ്രേഷ്ഠ ജാതിയാണ് ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദൻ. അതുകൊണ്ട് ഇപ്പോൾ പറയാം, നീ ശ്രേഷ്ഠ ജാതിയിൽപ്പെട്ട യഹൂദനാ. ഞാന് അങ്ങനെ ഒരു ശ്രേഷ്ഠതയുമില്ലാത്ത, നിങ്ങളുമായി ബന്ധപ്പെടുവാൻ അടുത്തു വരുവാൻ കഴിയാത്ത ഉള്ള ഒരു ശമരിയ സ്ത്രീ ആകുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് അവിടെ കാണിച്ചത് ഒരു ശമരിയ സ്ത്രീ ആണെന്ന് അറിഞ്ഞുകൊണ്ട് അന്ന് വരെ നിലനിന്നിരുന്ന ഉച്ചനീചത്തെ ഇല്ലാതാക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞു, ഒരു മനുഷ്യനെയും വേർതിരിക്കാതെ സകല മനുഷ്യനെയും ആദരിക്കുന്ന, സകല മനുഷ്യരോടും കരുണാലുവായി ദയാലുവാകുന്ന കർത്താവ് അന്ന് നിലനിന്നിരുന്ന യഹൂദ പാരമ്പര്യത്തെ തച്ചുടച്ചു കളയുവാൻ വേണ്ടിയാണ് ഈ ശമരിയ സ്ത്രീയോട് വെള്ളം ചോദിച്ചത്. ഒരിക്കലും ഒരു യഹൂദനും അങ്ങനെ ചോദിക്കത്തില്ല. എന്നാൽ അന്ന് നിലനിന്നിരുന്ന ആ സമ്പ്രദായത്തെ ദൈവം ചെയ്തു മനുഷ്യനെ വേർതിരിച്ചിരുന്ന വേർതിരിവുകളെ ഇടിച്ചു കളയുവാൻ വേണ്ടി ആ കർത്താവ് എന്ത് ചെയ്തു? അവിടെ പ്രവർത്തിപ്പാട്ടിടയാത്തവും സുവിശേഷം മുഖാന്തരമായി ജാതീയ സമൂഹങ്ങളുടെ നിന്നിരുന്ന പല ഉച്ചനീചത്തിൽ ഇടിച്ചു കളയാട്ടിടയാത്തവും ഉന്നത ജാതിയെന്നും താഴ്ന്ന ജാതിയെന്നും ഒക്കെ വേർതിരിവുള്ള ഒരു സമൂഹം നമുക്കറിയാം ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ സുവിശേഷത്തിന്റെ വ്യാപനം മുഖാന്തരമായിട്ടാണ് മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ, എല്ലാവരെയും സഹോദരന്മാരെ പോലെ കാണുവാൻ, സഹോദരിമാരെ പോലെ കാണുവാൻ, ഉച്ചനീചത്വം ഇല്ലാത്ത ഒരു സമൂഹമായി സുവിശേഷമാണ് മനുഷ്യനെ ഉയർത്തുവാൻ ഇടയാത്തുന്നു. അവൻ താണതിനെ ഉയർന്നതിനെ താഴ്ത്തുവാൻ ഇടയാത്തുന്നു. അങ്ങനെ സമത്വം കൊണ്ടു ഉയർന്നതിനെ താഴ്ത്തി, താണതിനെ ഉയർത്തി, അങ്ങനെയാണ് സമത്വം ഉണ്ടാകുന്നത്. ഉയർന്നത് താഴ്ന്നു വരണം, താഴ്ന്നത് ഉയർന്നു വരണം. അതാണ് സമത്വം ഉണ്ടാകുന്നത്. അതിന്റെ ഒരു യഥാർത്ഥമായിരിക്കുന്ന ഒരു പ്രദർശനമാണ് നമുക്കിവിടെ
കാണാൻ സാധിക്കുന്നത്. ഈ സന്ദേശം വായിക്കുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്ന അന്ന് നിലനിന്നിരുന്ന യഹൂദ പാരമ്പര്യം അല്ലെങ്കിൽ അവർക്ക് സമ്പർക്കമില്ലാതിരുന്ന അവസ്ഥയിൽ ഞാൻ വിചാരിക്കുന്ന ഈ സ്ത്രീ ഒരുപക്ഷെ ഒരുപാട് ചിന്തിച്ചു കാണും, എന്താണ് ഇങ്ങനെ ഞങ്ങളും യഹൂദൻ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ ചിന്തിച്ചു കാണും. ഏതായാലും അവളുടെ ആ ചിന്താഗതികളെല്ലാം മാറ്റിക്കൊണ്ട് യേശുവോട് വെള്ളം ചോദിച്ചപ്പോൾ പറയാണ്, എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. എങ്ങനെയാണ് നീ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് പറഞ്ഞപ്പോൾ കർത്താവിന് ഉത്തരം പറഞ്ഞത്, അത് ഈ നിലനിന്നിരുന്ന സാമൂഹികമായിരിക്കുന്ന ഉച്ചനീചത്വങ്ങളെ ഇല്ലാതാക്കുകയും യഥാർത്ഥമായിരിക്കുന്ന സകല മനുഷ്യർക്കും പ്രാപ്യമാകുന്ന ദൈവത്തിന്റെ ദാനത്തെ കുറിച്ച് വെളിപ്പെടുത്തുക എന്നുള്ള സന്ദേശമാണ് ഈ തുടർന്നുള്ള ഭാഗങ്ങളിൽ നാം വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നത്. കർത്താവ് അവനോട് അതിനെ യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് അവളോട് ഉത്തരം പറഞ്ഞത്, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു ഉത്തരം പറഞ്ഞു. ഭൗമികമായിരിക്കുന്ന വെള്ളമാണ് കർത്താവോട് ചോദിച്ചത്. അപ്പം തിരിച്ചു വേണമെങ്കിൽ സമയക്കാലത്ത് ചോദിക്കാം, അങ്ങനെ ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം നിനക്കുണ്ടെങ്കിൽ നിനക്ക് പിന്നെ എങ്ങനെ ദാഹം വരുന്നു അല്ലേ? മതവിദ്യം ചോദിച്ചില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ യഹൂദനായിരിക്കുന്നവൻ സാധാരണക്കാരനല്ല എന്നുള്ളത് അവൾക്ക് ഈ ഉത്തരത്തോടുകൂടി അവൾക്ക് മനസ്സിലായി. അതോടുകൂടി അവൾ സംസാരിക്കുന്നത് യജമാനനെ ഉള്ള സംബോധനയിലേക്ക് വന്നു. ആദ്യം യഹൂദൻ എന്നുള്ള വേർതിരിവോടുകൂടിയാണ് സംസാരിച്ചത്. ദൈവത്തിന്റെ ഈ ക്രിസ്തുവിന്റെ ശബ്ദം അവൾ കേട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി യജമാനനാണ്. അവൻ ഈ സാധാരണ യഹൂദനല്ല, യജമാനനാണ്. അവൻ സ്ഥാനമുള്ളവനാണ്, പദവിയുള്ളവനാണ് എന്നുള്ളത് അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താ യേശു പറഞ്ഞ എന്താ? നീ ദൈവത്തിന്റെ ദാനവും എന്നോട് കുടിപ്പാൻ ചോദിക്കുന്ന ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു ഉത്തരം പറഞ്ഞു. നീ വെള്ളക്കൊരാൻ വന്നത് താൽക്കാലികമായിരിക്കുന്ന ജീവിതത്തിന് വേണ്ടിയാണ്. അത് നീ അഭിമാനത്തോടെയാണ് ഈ വെള്ളം കോരിക്കൊണ്ട് പോകുമ്പോൾ സന്തോഷിച്ചുകൊണ്ട് പോകുന്നത്. യാക്കോബും അവന്റെ മക്കളും കുടിച്ച ഉറവയെന്ന് കുടിക്കാൻ ഭാഗ്യം ലഭിച്ചല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അഭിമാനത്തോടെയാണ് നീ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് നിനക്കതിനേക്കാൾ മേത്രമായിരിക്കുന്ന ഒരു ഉറവ വെളിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് യേശു അവളോട് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. കർത്താവ് പറയുകയാണ് ദൈവത്തിന്റെ ദാനത്തെ കുറിച്ച് പറഞ്ഞത്. പറഞ്ഞാൽ ലോകത്തിലേക്ക് പിതാവാം ദൈവം അയച്ചിരിക്കുന്ന ദാനമാകുന്ന ക്രിസ്തുവിനെ ശമരിയ ജാതിക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കണം. അത് വെള്ളത്തോട് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ കിണറിന് അടുത്ത് വെച്ച് വെള്ളത്തോടുള്ള ബന്ധത്തിൽ സംസാരിക്കുന്നത്. ഞാൻ നിക്കോ ദിവസം സംസാരിച്ച ദൈവരായത്തെ കുറിച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ശമരിയ ജാതിക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ അഭിമാന വിഷയമായിരിക്കുന്ന യാക്കോബിന്റെ കിണറ്റിലെ വെള്ളത്തെക്കാൾ ശ്രേഷ്ഠകരമായ വെള്ളത്തിന് ഉടമയാണ് ദൈവത്തിന് ദാനമായി വന്നിരിക്കുന്ന ക്രിസ്തു എന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഈ അധ്യായത്തിൽ ചെയ്തിരിക്കുന്നത്. അതാണ് ഈ അധ്യായത്തിന്റെ പ്രധാന സന്ദേശം. ഇതാണ് ഇവൾ നിനക്ക് തരികയും ചെയ്യുമായിരുന്നു പറഞ്ഞു. ഇസ്രീ അവനോട്, യജമാനനെ നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്നാണ്? അപ്പൊ ഇവള് വിചാരിച്ചു, ഇവൻ സാധാരണക്കാരനല്ല, എനിക്ക് വെള്ളം തരാമെന്ന് പറയുകയാണ്. ഞാൻ ഇവൻ എങ്ങനെ വെള്ളം കോരും? കിണർ ഇവനറിയത്തില്ല കിണറിന്റെ ആഴം. യേശു അവിടെ ഇരിക്കുന്നെങ്കിൽ ഇവള് പറഞ്ഞു കൊടുക്കുക, ഞാൻ ഇവിടെ വന്ന് സ്ഥിരം വന്ന് വെള്ളം കോരുന്നതാ. പാത്രം ഇല്ലാതെ വെള്ളം കോരാൻ കഴിയത്തില്ല, കിണർ നല്ല ആഴമുള്ളതാകുന്നു. പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്നെന്ന് ചോദിച്ചു. നിനക്ക് എവിടുന്നാ പിന്നെ ജീവനുള്ള വെള്ളം കിട്ടുന്നത്? അതിന്റെ അടുത്ത വാക്യത പറയുന്നത്,
നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഈ വെള്ളമാണ് ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠമായ വെള്ളം, ഇതിനേക്കാൾ മറ്റൊരു വെള്ളമില്ല. കാരണം യാക്കോബിന്റെ നമ്മുടെ പിതാവായ ഈ വ്യത്യാസങ്ങൾ മാറിയിട്ട് അത് പറയുക, നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവൻ. ആദ്യം പറഞ്ഞ സമ്പർക്കം കിട്ടുന്ന, പിന്നീട് അവിടെ അവള് പറയുക, യഹൂദനും വിശ്വസിക്കുന്നതും ശമര്യക്കാർ വിശ്വസിക്കുന്നതും ഒരേ ആളെയാണ്, അത് നമ്മുടെ പിതാവായ യാക്കോബ് എന്നാണ്. പിന്നീട് ശരിയായ രീതിയിലുള്ള മർമ്മം കഥ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളും നിങ്ങളുമായി മാറാൻ ഇടയാക്കുന്നു. ഇങ്ങനെ ഈ ശരിയായിട്ടുള്ള ഇല്ലാത്ത കൂടിക്കലർന്ന് കിടക്കുന്നവരെല്ലാം പറയും ഒന്നാണെന്ന്. പക്ഷെ സത്യം വെളിപ്പെടുത്തി കഴിയുമ്പോഴത്തേക്ക് അത് മാറ്റം വരും. ഇവിടെ നമ്മുടെ പിതാവ് എന്നാ പറഞ്ഞെങ്കിൽ അതിന്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരൂശലേമിലാകുന്നുവെന്ന് നിങ്ങൾ പറയുന്നുവെന്ന് പറഞ്ഞു. അപ്പം കർത്താവ് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് മനസ്സിലായത് ഒന്നല്ല കാര്യം. ഈ കിണറ്റിന് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്, പാരമ്പര്യമൊക്കെ പറയും, ഒരേ വചനമാ പഠിക്കുന്നത്, ഒരേ വചനമാ വായിക്കുന്നത്, എല്ലാവരുടെയും കയ്യിലിരിപ്പുണ്ട്. പക്ഷേ എല്ലാവരും പറയും ഞങ്ങളുടെ എല്ലാം ഒന്നാണെന്ന് പറയും. പക്ഷെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ, ഇന്നത് വ്യത്യാസമുണ്ട്. ഒരേ ബൈബിളെ കൊണ്ട് നടക്കുന്നത്, അതിൽ നിന്ന് കോരി കുടിക്കുന്നത് ഒക്കെയുള്ള ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളും പലർക്കും ക്ലെയിം ചെയ്യാൻ കഴിയുമെങ്കിലും സത്യം വെളിപ്പെടുത്തി കഴിയുമ്പോൾ മനസ്സിലാകും നിങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടെന്ന്. ആരാധനയിൽ വ്യത്യാസമുണ്ടെന്നുള്ളത് അവൾക്ക് ദൈവം മനസ്സിലാക്കി കൊടുത്തു. കിണറ്റിലെ വെള്ളം കുടിച്ചോ ശരിയാ, പക്ഷേ ആരാധന ശരിയല്ലായിരുന്നു. കയ്യിലിരിക്കുന്ന പുസ്തകം ഒന്നാണ്, പക്ഷേ ഈ ആരാധനയുള്ള ബന്ധത്തിൽ വരുമ്പോൾ അത് ശമര്യയുടെ ആരാധനയും യഹൂദന്റെ ആരാധനയും വ്യത്യസ്തമായതുപോലെ ഇന്നും ലോകത്തിൽ യഥാർത്ഥമായി വചനം കൈകാര്യം ചെയ്യുന്നു പറയുന്നുണ്ടെങ്കിലും ആരാധനയോട് ബന്ധത്തിൽ നോക്കുമ്പോൾ സത്യാരാധന ഉള്ളവരും അല്ലാത്തവരും തമ്മിലുള്ള വലിയ അന്തരം കാണുവാൻ കഴിയും. അതാണ് ഇതിനോടുള്ള ബന്ധത്തിൽ ഇപ്പോഴത്തെ നിലവാരത്തിൽ നമുക്ക് ദൈവസഭയുടെ ആരാധനയും മറ്റുള്ള ആരാധനയും തമ്മിലുള്ള വ്യത്യാസത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ പറഞ്ഞു നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവൻ. നീ ആള് യജമാനെന്ന് എനിക്കറിയാം, പക്ഷേ യഹൂദനും ശമര്യരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു പിതാവാണ് യാക്കോബ്. അപ്പോൾ യാക്കോബിനേക്കാൾ നീ വലിയവനാണോ? അവനാകുന്നു ഈ കിണറ് ഞങ്ങൾക്ക് തന്നത്. അവനും അവന്റെ മക്കളും മൃഗങ്ങളും എതിരെ വെള്ളം കുടിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. ഇവള് പറയുകയാണ് ഞങ്ങൾക്ക് തന്നതാണ് ഈ കിണറ്. വാസ്തവത്തിൽ ഇവർ കൊടുത്തതാണോ? അല്ല, അത് ജോസഫിന് കൊടുത്തതാണ്. ശമര്യ പട്ടണത്തിൽ യാക്കോബിന്റെ പുത്രനായ ജോസഫിന് കൊടുത്ത നിരത്തിനരികെ എത്തി. ഈ ജോസഫിന് കൊടുത്ത അവകാശദേശത്തുണ്ടായിരുന്ന കിണറ് അത് ഇപ്പോൾ കൈവശമാക്കിയിരിക്കുന്ന ശമര്യ ജാതിക്കാർ. ഈ ശമര്യക്കാര് അവര് എങ്ങനെയാണിത് രണ്ടിനും നിൽക്കുന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ നമുക്കത് കൂടുതൽ അതേക്കുറിച്ച് തുടർന്നുള്ള ഭാഗത്ത് ഞാൻ വെളിപ്പെടുത്തും. പക്ഷെ അത് ഞാൻ പറഞ്ഞു പോകുന്നത് ഈ യോസഫിന് കൊടുത്ത കിണറ് അവകാശമായിരുന്ന യഹൂദന്റെ കിണർ എങ്ങനെയാണ് ശമര്യക്കാര് പറയും ഞങ്ങളുടെ എന്ന് പറയുന്നത്? കാരണം യോസഫിന്റെ തലമുറകൾ പിൻതലമുറക്കാർ മാറ്റങ്ങൾ സംഭവിച്ച് ദൈവത്തിന് അകന്നുപോയി അവർക്ക് അവകാശങ്ങളെ സൂക്ഷിപ്പാൻ കഴിയാതെ പോയപ്പോൾ ഇത് കൈവശമാക്കുവാൻ ഇടയാത്തീർന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് അവകാശമായി തന്നിരിക്കുന്ന സത്യാരാധനയും സത്യ ദൈവകൃപയൊന്നും നാം കാലങ്ങൾ ചെല്ലുമ്പോൾ വിട്ടുകളയരുത്. നമുക്കത് മുറുകെ പിടിക്കേണ്ടവരാ. ഇത് വിട്ടുകളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സമ്മിശ്ര ജാതികളെ പോലെ പലതുമായി തീരും എന്നുള്ളത് ഇന്ന് രാത്രി മനസ്സിലാക്കി. അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. അവനും അവന്റെ മക്കളും ഇതിലെ വെള്ളം കുടിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് ഈ വെള്ളം കുടിക്കുന്നവന് എല്ലാം പിന്നെയും ദാഹിക്കും. പറഞ്ഞു ഈ യാക്കോബിനേക്കാൾ വലിയവനാണോ എന്ന് നീ ചോദിച്ചല്ലോ. യാക്കോബ്
കുടിക്കുന്ന വെള്ളം കുടിക്കുന്ന അഭിമാനമുള്ള ശമരിയ സ്ത്രീയെ, ശമരിയ ജാതിയെ, നീ പിന്നെയും പിന്നെയും വെള്ളം കോരാൻ വേണ്ടി വരുന്നതിന് വേണ്ടിയാ, നീ ഇത് കുടിച്ചിട്ട് പിന്നെ ദാഹിക്കുന്നതുമാണ്. അതുകൊണ്ട് ഈ വെള്ളം ഭൗമികമായിട്ടുള്ളതാ, ഈ കിണർ ഭൗമികമായിട്ടുള്ളതാ. എന്നാൽ ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം എന്റെ പക്കലുണ്ട്. ഈശോയോട് ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. കർത്താവ് ഇവരോട് ദാഹത്തെക്കുറിച്ചും യേശുവിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. മരുഭൂമിയിൽ ശക്തിമാന്മാരുടെ അപ്പം തിന്നവർ മരിച്ചുപോയി. കർത്താവ് പറഞ്ഞു, അവര് മന്ന തിന്നിട്ടും മരിച്ചുപോയി എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. മന്ന തിന്നിട്ട് മരിച്ചു. 6-ാം അധ്യായം 48-ാം വാക്യത്തിൽ പറഞ്ഞു, മോശ മുഖാന്തരമായി സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് ദൈവം അവർക്ക് കൊടുത്തിരുന്ന ശക്തിമാന്മാരുടെ അപ്പം തിന്നിട്ട് മരിച്ചുപോയി. അവര് മരിച്ചു പോകാൻ ഇടയാ തീർന്നു. അതുപോലെ ഇവിടെ ഈ വെള്ളം കുടിച്ച ആ അഭിമാനത്തോടു കൂടി പറയുന്ന ശമരിയജാതി, ഇപ്പോൾ ഇസ്രായേലിന് പറയാനുണ്ടായിരുന്നത് അവർക്ക് മന്നയായിരുന്നു പറയാനുണ്ടായിരുന്നത്. മോശം. എന്നാൽ ശമരിയജാതിക്കാര് പറയുന്നത് ഞങ്ങൾക്ക് ഈ വെള്ളമാണ്. അപ്പോൾ രണ്ടു കൂട്ടരോടും ദൈവം പറയുക, അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ മന്ന കഴിച്ചിട്ട് മരിച്ചുപോയി. അതുപോലെ ശമരിയ സ്ത്രീയോട് പറയുക, ശമരിയ സ്ത്രീയെ, നിങ്ങൾ ഈ വെള്ളം കുടിച്ചിട്ട് പിന്നെയും ദാഹിക്കും, എന്നാൽ ഒരിക്കലും ദാഹിക്കാത്ത നിത്യജീവന്റെ വെള്ളം തരുവാൻ ദൈവപ്രധാനമായിരിക്കുന്ന എനിക്ക് കഴിയും എന്നുള്ളത് ദൈവം അവരോട് സംസാരിപ്പാകത്ത്. ഞാൻ വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയാ തീരും എന്ന് പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരയണം എന്ന് പറഞ്ഞു. അവിടെ ഉദ്ദേശിച്ചത്, അങ്ങനെ ഒരു വെള്ളമുണ്ടെങ്കിൽ ഒരിക്കലും ദാഹിക്കത്തില്ല. ഈ വെള്ളം കോരാൻ വേണ്ടി നട്ടൊരു സമയത്ത് ആരെയും ഒളിച്ചും പാത്തും വരികയും വേണ്ട. അത് കിട്ടിയിരുന്നെങ്കിൽ അതുമായിട്ട് പോകാമായിരുന്നു എന്നുള്ള ആഗ്രഹത്തോട് പറയുക, യജമാനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരയണമെന്ന് പറഞ്ഞു. ഇതാണ് പലരുടെയും ആത്മീയ കാഴ്ചപ്പാട്. വിശ്വാസത്തേക്ക് വരുന്നതിന്റെ പ്രധാന ഉദ്ദേശം പലർക്കും ഉള്ളത് ഭൗമികമാണ്. പറഞ്ഞു, എനിക്കിവിടെ ഈ വെള്ളം കോരാൻ വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ദാഹിക്കാത്തൊരു വെള്ളം നീ തരാമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. എന്റെ ജീവിതം ഈ കഷ്ടപ്പെട്ട ആവശ്യമില്ലല്ലോ. ദൈവമക്കളെ, വിശ്വാസി വരുന്നത് ഇങ്ങനെ വെള്ളം കോരാതിരിക്കാനും അല്ലെങ്കിൽ ജോലി ചെയ്യാതിരിക്കാനുള്ള കാര്യത്തിന് വേണ്ടിയല്ല നമ്മൾ വിശ്വാസി വരുന്നത്. അവിടെ ബുദ്ധിമുട്ട് അവൾ പറഞ്ഞു, അങ്ങനെ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ബുദ്ധിമുട്ട് വരേണ്ട ആവശ്യം. അങ്ങനെ ഭൗമിക ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയല്ല നമ്മൾ വിശ്വാസം വന്നിരിക്കുന്നത്. ബദലോ ആഹാരം കൈക്കൊള്ളാൻ വേണ്ടി യേശു ശിഷ്യന്മാരെ പറഞ്ഞയച്ചു. യേശു ദാഹിച്ചപ്പോൾ വെള്ളം ചോദിച്ചു. എന്നാൽ കർത്താവ് പറഞ്ഞു, ഒരിക്കലും ദാഹിക്കാത്ത വെള്ളവും ഒരിക്കലും മരിക്കാത്ത അപ്പവും കൊടുക്കുവാൻ വേണ്ടിയാണ് യേശു ലോകത്തിൽ വന്നു എന്നുള്ളത് വ്യക്തമാക്കുമ്പോൾ യെശയ്യാവിന്റെ പ്രവചനം 55-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളുടെ പ്രവചന നിവൃത്തീകരണമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ യെശയ്യാവ് ആത്മവിവശതയിൽ അല്ലെങ്കിൽ ആത്മീയ ദർശനത്തോടെ കാഴ്ചപ്പാടോടെ ക്രിസ്തുവിന്റെ കുറിച്ച്, അവൻ വരുന്നതിനെ കുറിച്ച്, ലോകത്തിൽ വന്ന് കഷ്ടം സഹിക്കുന്നതിനെ കുറിച്ചും മരണപുരത്താളത്തെ കുറിച്ചും ഒക്കെ രേഖപ്പെടുത്തിയ ശേഷമായി അവൻ മുഖാന്തരമായി ലോകത്തിന് ലഭിക്കാൻ പോകുന്ന ആത്മീയ വളർച്ചയെക്കുറിച്ച്, ആത്മാഭിഷേകത്തെക്കുറിച്ച് ഉള്ള കാഴ്ചപ്പാടോടുകൂടി 55-ാം അധ്യായം എഴുതിയപ്പോൾ പ്രകാരം എഴുതി, അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവീൻ, ഒന്ന് വാങ്ങി തിന്നുവീൻ. നിങ്ങൾ വന്ന ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരാത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? എന്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പിൻ. പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചുകൊള്ളുവിൻ.
നിങ്ങൾ ചെവി ചായിച്ച് എന്റെ അടുക്കൽ വരുവീൻ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവീൻ. ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. ഞാൻ അവനെ ജാതികൾക്ക് സാക്ഷിയും വംശങ്ങൾക്ക് പ്രഭുവും അധിപതിയും ആക്കിയിരിക്കുന്നു. തുടർന്ന് ജാതികളോടുള്ള ബന്ധത്തിലുള്ള സകല ജാതികൾക്കുമുള്ള നിത്യജീവന്റെ വെള്ളത്തെക്കുറിച്ചും കാഴ്ചപ്പാടിനെ കുറിച്ചുമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രവചനം രേഖപ്പെടുത്തിയപ്പോൾ ദാഹിക്കുന്ന ഏവരും സകല ഭൂസീമവാസികളുമായുള്ള എങ്കിലേക്ക് തിരിഞ്ഞ രക്ഷയോട് കടത്താൻ വന്നിരിക്കുന്നത്. ലൈഹൂദിനോട് മാത്രമല്ല, ലൈഹൂദിന്റെ ഇടയിൽ രക്ഷ വന്നെങ്കിലും എല്ലാ മനുഷ്യർക്കുമുള്ളതാണ് ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷ. എല്ലാ മനുഷ്യർക്കുമുള്ളതാണ് ആത്മീയ വളർച്ച. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനം ഈ ഒന്ന് ശരിയായ രീതിയിൽ ചിന്തിച്ച് നമ്മൾ പോകുന്നത് നമുക്ക് ഈ വചനത്തോടുള്ള ബന്ധത്തിൽ എന്താണ് ഉൾക്കൊണ്ടിരുന്നത്, പഴയ നിയമപ്രവാചകൻ വിളിച്ചു പറഞ്ഞപ്പോൾ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കുന്നത് ഈ പഠനത്തോട് ബന്ധത്തിൽ നന്നായിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 കാര്യങ്ങൾ. ഒന്ന് വെള്ളം, വീഞ്ഞ്, പാല്. അപ്പോൾ അല്ലയോ ദാഹിക്കുന്ന ഏവരും ദൈവമില്ലാത്തവരെ വെള്ളത്തിന് വരുവീൻ, വന്ന് വാങ്ങി തിന്നുവീൻ. നിങ്ങൾ വന്ന ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. എന്താണ് വീഞ്ഞും പാലും? എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്താണ്? ഓക്കെ, നമ്മൾ വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വചനമാണെന്നറിയാം. വീഞ്ഞും പാലും എന്തിനാ കാണിക്കുന്നത്? വീഞ്ഞെന്നുള്ള നമുക്കറിയാം അഭിഷേകം എന്നറിയാം. പാലെന്ന് പറഞ്ഞാൽ എന്തിനാ കാണിക്കുന്നത്? ഈ പ്രവചനമൊന്നും വെറുതെ എഴുതിയല്ല. പ്രവചനങ്ങളൊക്കെ അവര് ഒരു പ്രാസമൽപ്പിച്ച് എഴുതി വെച്ചതല്ല. ഈ എന്താണ് വെള്ളം, എന്താണ് വീഞ്ഞ്, എന്താണ് പാല് എന്നുള്ളത് അന്ന് യെശയ്യാവ് രേഖപ്പെടുത്തി വെച്ചപ്പോൾ അതിന്റെ പിമ്പിൽ മറഞ്ഞിരുന്നത് പുതിയ നിയമത്തിൽ വലിയൊരു മർമ്മത്തെ വെളിപ്പെടുത്തിയത്. ഇത് തന്നെയാണ് കർത്താവ് ഉത്സവത്തിന് കൊടുക്കുന്ന നാളിൽ നിന്നുകൊണ്ട് വായിക്കുന്ന എല്ലാവരും ആയുള്ളവരെ എന്റെ അടുക്കൽ വന്ന് കുടിപ്പി എന്നൊക്കെ പറഞ്ഞ കർത്താവ് അവിടെ വാക്ക് വിളിച്ചു പറഞ്ഞത്. ഉത്സവത്തിന്റെ മഹാ ദിവസത്തിന്റെ അവസാന നാളിൽ കർത്താവ് 7-ാം അധ്യായം അതിന്റെ 37-ാം വാക്യത്തിലെ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നതെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് വിളിച്ച് പറഞ്ഞു. അവർ ഇത് അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു തേജസ്വിക്കപ്പെട്ടില്ലാകിയാൽ ആത്മാവ് വന്നിട്ടില്ല. അപ്പോൾ ഈ കഥ വിളിച്ചു പറയുക, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു എന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എല്ലാം എന്റെ അടുക്ക വരട്ടെ. ഇത് തന്നെയല്ലേ 55-ാം തീയതി പറഞ്ഞല്ലയോ, ദാഹിക്കുന്ന ഏവരും ദൈവമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവീനെന്ന് വന്ന് വാങ്ങി തിന്നുവീൻ. പറഞ്ഞു, പണമില്ലാത്തവർ, ദരിദ്രരായിട്ടുള്ളവർ, ഒന്നുമില്ലാത്തവർ, നിങ്ങൾക്കൊരു ആത്മീയ ദാഹമുള്ളവരാണെങ്കിൽ പറഞ്ഞു എന്റെ അടുക്ക വാ. അധ്വാനിക്കുന്ന ഭാരതം ചോക്കുന്നവരുടെ എന്റെ അടുക്ക വരുന്ന കഥ പറഞ്ഞതുപോലെ തന്നെ എന്റെ അർത്ഥം അതിക്രമഭാവങ്ങളാൽ ഭാരപ്പെട്ട് അതിന്റെ പൈശാചികന്റെ അധ്വാനം ചെയ്തവരായിരുന്നു. അവരെ മോചിപ്പിക്കുവാൻ യേശു വന്നു. എന്റെ അടുക്ക വന്നാൽ ഞാൻ നിങ്ങളെ സ്വതന്ത്രമാക്കാം, ആശ്വസിപ്പിക്കാം, വിടിവിക്കാം എന്ന് പറഞ്ഞു. ഇവിടെ കഥ പറയുക, ആത്മീയ ദാഹമുള്ളവരെ എന്റെ അടുക്ക വരുവീൻ, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് കുഷ്ഠഭോജനം നൽകാം. എന്റെ അടുക്കൽ വന്നാൽ വെള്ളമുണ്ട്, വീഞ്ഞുണ്ട്, പാലുണ്ട്, അത് ധാരാളം നൽകാനാണ് പറയുന്നത്. ഒന്ന് വിലയും കൂടാതെ, ദ്രവ്യവും വിലയും കൂടാതെ, നിന്റെ പ്രയത്നം ഒന്നും കൂടാതെ നിനക്ക് സൗജന്യമായി സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്ന ആത്മീയ വളർച്ചയുടെ ഉന്നതിയെ കുറിച്ചാണ് കഥ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഥ പറഞ്ഞു, ദ്രവ്യം കൊണ്ടുവരണ്ട, പണം കൊടുക്കണ്ട, പ്രയത്നമല ചെലവാക്കണ്ട. അതായത് നമ്മുടെ പ്രയത്നമല കൊടുത്തിട്ടൊന്നും അല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത്. നമ്മുടെ പ്രയത്നമല ചെലവഴിച്ചിട്ടല്ല നാം പരിസരമാഭിഷേകം പ്രാപിച്ചത്. നമുക്കറിയാം, ശിമോൻ അവൻ ശബരിജാതിയെ പ്രേമിച്ചു വന്നവൻ ദ്രവ്യം കൊണ്ടുവന്ന് അത് വാങ്ങിക്കാന്ന് വിചാരിച്ചു.
പക്ഷേ അതോടുകൂടി നശിച്ചുപോയി. ഈ ദ്രവ്യം കൊടുത്ത് വാങ്ങിക്കാമെന്ന് വിചാരിച്ച ഒരു കാര്യമല്ല ദൈവത്തിൽ ദാനമാകുന്ന അഭിഷേകം എന്നുള്ളത് അന്ന് അവിടെ മനസ്സിലാക്കിയതുപോലെ കർത്താവ് പറഞ്ഞു, നിന്റെ ഒന്നും ദ്രവ്യം കൊണ്ടോ പ്രയത്നഫലം കൊണ്ടോ വാങ്ങിച്ചെടുക്കാവുന്നതല്ല രക്ഷയും ആത്മാഭിഷേകവും. അത് കുടുംബ സ്വത്തല്ല, പാരമ്പര്യ സ്വത്തല്ല. അത് ഒരിക്കലും വാങ്ങിച്ചെടുക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് ദൈവത്തിന് ദാനമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, വരുവീൻ ഞാൻ നിങ്ങൾക്ക് നൽകാമെന്നുള്ളത്. ഇത് സകല മനുഷ്യർക്കുമുള്ളതാണ്. അത് കർത്താവ് ഗലീലയിലേക്ക് പോകുമ്പോൾ ശമരിയ ജാതിയിൽ അത് വെളിപ്പെടുത്തിയിട്ടാണ് കർത്താവ് അവിടേക്ക് ഗലീലയിലേക്ക് പോകുന്നത്. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന വെള്ളം, വീഞ്ഞ്, പാല് എന്നുള്ളത് നമ്മളത് ഒന്ന് മനസ്സിലാക്കുന്നത് ഇന്നത്തെ ഈ പഠനത്തിൽ നന്നായിരിക്കും. വെള്ളം എന്നുള്ളത് വചനത്താൽ ആത്മാവിനാൽ നമ്മൾ ജനിക്കും. കർത്താവ് വീട് ജന്മം എന്നുള്ളത് വെള്ളത്താൽ ആത്മാവിനാൽ ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അപ്പം വെള്ളം വചനത്താൽ വീണ്ടും ജനിച്ച് അങ്ങനെ ജനിക്കപ്പെട്ട് കഴിയുമ്പോൾ വീഞ്ഞാകുന്ന ആനന്ദതൈലം കൊണ്ട് വളർച്ച പ്രാപിക്കുമ്പോൾ ഉണ്ടാകുന്ന അഭിഷേകം പ്രാപിക്കുന്നവരുടെ മേൽ പാൽ ആകുന്ന നിർമ്മല ഉപദേശത്തിന്റെ ആവശ്യകതയുണ്ട്. എങ്കിൽ മാത്രമേ വളരാൻ കഴിയത്തുള്ളൂ. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ വായിച്ചെങ്കിൽ മാത്രമേ ഈ പാൽ എന്താകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. 1 പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം നമ്മൾ ഉരുവിടുന്ന വാക്യങ്ങളാണ്. നമുക്കറിയാം, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ, ആഗ്രഹിക്കുന്നു. ഈ വചനമെന്ന പാല് കുടിപ്പാനുള്ള വാഞ്ചയാണ്. ഇന്ന് പലർക്കും ദൈവമക്കളായ അഭിഷേകം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിചാരിക്കുന്നത് തികഞ്ഞെന്നാണ്. എന്നാൽ പാലാകുന്ന നിർമ്മലമായ ഉപദേശം അത് ഒരുവന്റെ ഉള്ളിൽ ഉപദേശമായിട്ട് ദിനം തോറും ചെന്നെങ്കിൽ മാത്രമേ ദൈവം തരാമെന്ന് പറയും. എന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഇപ്പോൾ വെള്ളത്താൽ വചനത്താൽ ജനിക്കപ്പെട്ട് അത് ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടാലും നാം അത് വീഞ്ഞിൽ നമ്മള് ആരാധിക്കുന്നവരാണെങ്കിലും ഉപദേശമാകുന്ന നിർമ്മലമായ ഈ പാല് മറന്നു കളയരുത്, കുടിക്കാൻ മറന്നു പോകരുത്. ആവശ്യം ചിലക്ക് ആരാധന മാത്രം മതി എന്നാ പറയുന്നത്. അങ്ങനെയല്ല. പറയുന്നത് ഈ ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയൊക്കെ നുണയൊക്കെ മാറിപ്പോകണമെങ്കിൽ ഈ വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ചെങ്കിൽ മാത്രമേ ഇത് മാറിയിട്ട് നാം വളർച്ച പ്രാപിക്കൂ. ഇപ്പോൾ ജനിച്ചൊരു കുഞ്ഞ് വളരണമെങ്കിൽ അതിന് പാൽ ആവശ്യമാണ്. വളരാൻ വേണ്ടിയുള്ള പോഷക മൂല്യമുള്ളതാണ് ഈ ദൈവവചനം, പാൽ. ഇതാണ് ഉപദേശം. അതാണ് ഇവിടെ 55-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വെള്ളവും വീഞ്ഞും പാലും എന്താകുന്നെന്ന് മനസ്സിലാക്കി ഇവിടെ പറയാം. അത് അന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ പുതിയ നിയമ വിശ്വാസമാണെന്ന് നമുക്കാണ് അതിന്റെ പൂർണ്ണതയിൽ അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. എന്തിനു വേണ്ടിയാ? നമ്മള് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ, അപ്പോൾ ദൈവത്തിന്റെ രക്ഷയുടെ പൂർത്തീകരണമായിരിക്കുന്ന ആ തികവിലേക്ക് എത്തണമെങ്കിൽ വെള്ളവും വീഞ്ഞും മാത്രം പോരാ. പാലാകുന്ന ദൈവവചനം നാം വാഞ്ചയോടെ നാം സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പണിയപ്പെടാൻ കഴിയത്തുള്ളൂ. കർത്താവ് ദയാലു നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ പറഞ്ഞ പറയാണ്, ദൈവം ദയാലുവാണ്. തന്നോട് ചോദിക്കുന്ന തന്റെ അടുത്ത് വരുന്ന ഏവരെയും വളർത്തുവാൻ, ഉന്നതമായ സ്ഥാനത്തെത്തിക്കുവാൻ, അവരെ ഉപദേശം കൊടുത്ത് തലയോളം വളർത്തുവാൻ
ദൈവം ആഗ്രഹിക്കുന്നു. അതാ പറയുക, ദൈവം ദയാലുവെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയയാഗം കഴിപ്പാൻ തക്കവണ്ണം തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാനിലേക്ക് മുഴുവൻ പോകുന്നില്ല. ഇങ്ങനെ ആത്മീയ രാജകീയ വർഗമാകണമെങ്കിൽ ആത്മീയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത മാർഗമാകേണ്ടത്. അപ്പോൾ ആ ഒരു നിലവാരത്തിലേക്ക് എത്തണമെങ്കിൽ, പണിയപ്പെടണമെങ്കിൽ ഈ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം. അതാണ് യേശയ്യാ അവിടെ പറയുന്നത്. വീണ്ടും ജന്മം പ്രാപിച്ച് അഭിഷേകമൊക്കെ പ്രാപിച്ചു കഴിഞ്ഞിട്ട് അതുമായിട്ട് മാത്രം നിന്നു പോകാതെ വചനമെന്ന പാല് ദിനം തോറും നിമിഷം തോറും കുടിപ്പാൻ ആഗ്രഹിക്കണം. ഇത് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. വാഞ്ചിപ്പീൻ, വാങ്ങിക്കൊള്ളുവീൻ, വരുവീൻ, ദാഹിക്കുന്നവരും ദ്രവ്യമില്ലാത്തതുമായുള്ളവരെ വെള്ളത്തിന് വരുവീൻ, വന്ന് വാങ്ങി തിന്നുവീൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. എന്താ പറയാ? നിത്യജീവൻ മാത്രമല്ല, നിത്യജീവൻ ശ്രേഷ്ഠമേറിയ രക്ഷയ്ക്കായി വളർന്ന തലയോളം വളരുന്ന ഒരു അനുഭവത്തിലേക്ക് വരുവാൻ അഭിഷേകം ആവശ്യമാണ്. വീഞ്ഞുകൊണ്ട് ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആ പരിശുദ്ധാഭിഷേകത്തിൽ നാം സന്തോഷിക്കുന്നു, ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും മാറിപ്പോയി നാം വളർച്ച പ്രാപിക്കണമെങ്കിൽ വചനമാകുന്ന മായമില്ലാത്ത പാല് നാം അനുദിനം കുടിച്ചെങ്കിൽ മാത്രമേ കഴിയുള്ളൂ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയതാണ്. പത്രോസപ്പോസ്തലൻ എടുത്ത് രേഖപ്പെടുത്തിയപ്പോൾ അത് വചനമെന്ന മായമില്ലാത്ത പാൽ കുടി പറഞ്ഞിരിക്കുക. അപ്പോൾ കർത്താവ് പറഞ്ഞത്, ദൈവജനം കൊണ്ട് ജനിച്ചു അഭിഷേകം പ്രാപിച്ച് വളർച്ച പ്രാപിച്ച് വിശുദ്ധ പുരോഹിതവർഗമായി ക്രിസ്തുവിന്റെ തലയോളം വളരണമെങ്കിൽ ഉപദേശമാകുന്ന പാലും ഞാൻ നിങ്ങൾക്ക് നൽകാം, ഉപദേശം നൽകാം. ദൈവജനത്തെ പറഞ്ഞിട്ടുണ്ട്. ആ വചനം വായിച്ച് മനസ്സിലാക്കുമ്പോഴേ നമ്മൾ ഇതെല്ലാം മാറി ക്രിസ്തുവിന് അനുരൂപമായി തീരുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് 3 കാര്യങ്ങളിൽ വായിക്കുന്നത് വെള്ളം, വീഞ്ഞ്, പാല്. ഇത് 3 നൽകാവുന്ന കഥാപുണ്ട്. പ്രവചനാത്മാവിൽ ദൈവം പറഞ്ഞിരിക്കുന്ന പ്രവചനത്തിലെ ഭാഗങ്ങളെ ഒന്നൊന്നായിട്ട് കർത്താവ് തന്റെ ജീവിതത്തിന്റെ ആ നിലവാരങ്ങൾ ആരംഭം മുതൽ അത് വെളിപ്പെടുത്തുവാനിടയാത്തുന്നു. ഉള്ളവൻ വെള്ളത്തെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് തുറന്നു കാണുന്നത് അഭിഷേക പരിശ്രമനെ കുറിച്ച് പറഞ്ഞു. പിന്നീട് കർത്താവ് ഉപദേശങ്ങൾ നൽകി, അവന്റെ തലയോളം വളരാനുള്ള ഉപദേശങ്ങൾ നൽകി പാല് നൽകുവാനിടയാത്തുന്നു. തനിമയുള്ള പാല് തരുവാനിടയാത്തുന്നു. ദൈവത്താൽ ജനിക്കപ്പെട്ട ദൈവത്തിലെ കൃപയാൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ദൈവമക്കളെ, ദൈവമക്കളെ, ദൈവസഭകളെ, ദിവസങ്ങളിൽ നാം വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചയുള്ളവരായിരിക്കണം. അങ്ങനെ വാഞ്ചയുള്ളവരാണെങ്കിൽ മാത്രമേ നമുക്ക് വളർച്ചയിലെത്താൻ കഴിയത്തുള്ളൂ. ഓരോ കാലഘട്ടത്തിനും സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ചുള്ള വിലയേറിയ അമൂല്യമായിരിക്കുന്ന മായമില്ലാത്ത ദൈവമാകുന്ന പാൽ നാം കുടിച്ചെങ്കിൽ മാത്രമേ ഓരോ കാലഘട്ടത്തിലും ജീവിച്ച് വളർച്ച പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പ്രവാചകനെ കൊണ്ട് അത് എഴുതിച്ചിരിക്കുന്നത്. ഒരുപാട് സകല ജാതികൾക്കും ഉള്ളതാണെന്നുള്ളത് 55 വായിച്ചാൽ ബാക്കിയുള്ള കാര്യം മനസ്സിലാകും. അതുകൊണ്ട് ആ ഒരു രീതി, എന്താണ് കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത്, നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അപ്പോൾ വചനമാകുന്ന ദൈവത്താൽ ജനിക്കപ്പെട്ട് അഭിഷേകത്താൽ നാം നിറയപ്പെട്ട് അവിടെ നിന്നു പോകരുത്. പെന്തക്കോസ്ത് അനുഭവം കൊണ്ട് നിന്നു പോകരുത്. വചനത്തെ കുറിച്ചുള്ള വാഞ്ച ഉണ്ടാകണം. കർത്താവേ, എനിക്കിതൊന്നും അറിയത്തില്ല, എത്രയോ കാര്യങ്ങൾ ഇനിയും ഉണ്ട് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി, ആഗ്രഹത്തോടുകൂടി, ഒരു വിശപ്പോടുകൂടി വന്നെങ്കിൽ മാത്രമേ നമുക്കത് ലഭിക്കുള്ളൂ. വന്നാൽ എന്റെ അടുക്കൽ വരുന്നവന് ഞാൻ എന്ത് ചെയ്യും? തൃപ്തി കൊടുക്കും. നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന വചനമാകുന്ന നിർമ്മലമാകുന്ന പാല് കൊണ്ട് ആ ഉപദേശത്താൽ നമ്മളെ വളർത്തി വലുതാക്കി ആത്മവളർച്ചയ്ക്ക് വേണ്ടിയത് നൽകാമെന്നാണ് കർത്താവ് പ്രവചനാത്മാവിൽ യെശയ്യാവിന്റെ 55 അത് ഇന്ന് രാത്രി നമുക്ക് പറയാൻ സാധിക്കുന്നത്. അന്ന് പ്രവാചകനെ കൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പുതിയ നിയമത്തിൽ അത് നമുക്കത് സ്വായത്തമായി
നമ്മുടെ പിതാക്കന്മാർ, ദൈവസഭയുടെ പിതാക്കന്മാർ, പ്രിയപ്പെട്ടവരൊക്കെ അത് കുടിച്ച് അഭിഷേകം, വചനത്തിൽ ജനിച്ച് അഭിഷേകം പ്രാപിച്ച് ഉപദേശത്തിൽ വളർന്ന് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് അവരെന്ത് ചെയ്തു? വളർച്ച പ്രാപിച്ച് കർത്താവ് അവരോട് ഒരുക്കപ്പെട്ടവരായിരുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ സത്യ ഉപദേശത്തിൽ നിൽക്കാൻ ആവശ്യമായ ദൂതാണ് ഇവിടെ കർത്താവ് അവിടെ 55-ാം അധ്യായത്തിൽ പ്രവചനാത്മാവിൽ പറഞ്ഞിരിക്കുന്നത്. വചനം, വീഞ്ഞ്, പാല് എന്ന് പറഞ്ഞിരിക്കുന്നത് പത്രോസ് അപ്പോസ്തലൻ അദ്ദേഹം വളരെ വ്യക്തമായി രേഖപ്പെടുത്തി. മായമില്ലാത്ത പാല് കുടിച്ച് വളരുവാൻ വാഞ്ചിക്കുകയും രക്ഷയ്ക്കായി വളരുവാൻ, എന്തിനു വേണ്ടി വളരണം? രക്ഷയ്ക്കായി വളരുവാൻ, രക്ഷയുടെ കൂടുതലേക്ക് എത്തിച്ചേരുവാൻ, വളരുവാൻ ആവശ്യമായ പാല് നമുക്കാവശ്യമാണ്. അതുകൊണ്ട് അതാണ് ദൈവസഭയെ വളർച്ചയിലേക്ക് നയിക്കുന്നത്, കർത്താവിനോട് ഒരുക്കപ്പെടുന്നത് എന്നുള്ളത് എന്ന രാത്രിയിൽ ഈ പ്രവചന പാഠത്തിന്റെ ബന്ധത്തിൽ ഞാനത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സമയം മുമ്പോട്ട് പോയതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുകയാണ്. ദൈവം വെച്ചാൽ ശബരിജാതിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. രാത്രിയിൽ സമയം ഒരുപാട് പോയല്ലോ, എങ്കിലും ഈ യെശയ്യാപ്രവചനത്തിൽ 55-ാം അധ്യായത്തിന്റെ മർമ്മം വെളിപ്പെടുത്തി നമുക്ക് ഇന്ന് രാത്രി ദൈവസ്നേഹം നമ്മളെ തന്നെ സമർപ്പിക്കാൻ. കർത്താവേ, ഞങ്ങൾ പലപ്പോഴും പലതിലും ഞങ്ങൾ തൃപ്തരാക്കിയിരിക്കുന്നവരാണ്. ഞങ്ങൾ പലപ്പോഴും കർത്താവേ, ഈ വചനമാകുന്ന പാല്, നിർമ്മലമായിരിക്കുന്ന വചനമാകുന്ന പാല് കുടിക്കാൻ ഞങ്ങൾ വിമുഖത കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് രക്ഷയ്ക്കായി വളരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദിവസങ്ങളിൽ സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ആ ശ്രേഷ്ഠകരമായ വചനം തന്ന്, ഉപദേശം തന്ന് ഞങ്ങൾ അങ്ങയുടെ തലയോളം വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങളെ വെള്ളത്താൽ, വചനമാകുന്ന വെള്ളത്താൽ ഞങ്ങളെ ജനിപ്പിച്ചു. നിങ്ങളുടെ ആത്മാവാകുന്ന നിത്യജീവനെ തന്ന് അഭിഷേകത്തിന്റെ നിത്യജീവൻ സന്തോഷം ഞങ്ങൾ തന്നിട്ടുണ്ട്. കർത്താവേ, ഈ ദിവസങ്ങളിൽ വചനമാകുന്ന പാൽ, മായമില്ലാത്ത പാൽ കുടിച്ച് ദുഷ്ടതയും ചതിവും നുണയും അസൂയയും വ്യാജഭാവം എല്ലാം മാറി ക്രിസ്തുവിന് സദൃശന്മാരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ദൈവം ഞങ്ങളുടെ മേൽ പകരണമേ. രക്ഷയ്ക്കായി വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ വാഞ്ചിക്കുന്നു, അങ്ങയുടെ അടുക്കൽ വരുന്നു. എനന്തോറും ദൈവത്തിന്റെ അടുക്കൽ എത്തിച്ചേരാം. അത് നമ്മളെ ഉപദേശിക്കട്ടെ, വഴി നടത്തട്ടെ. കർത്താവ് നമ്മോട് കരുണ കാണിച്ച് വളരുവാൻ കൃപ നൽകട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ വചനത്തിന് വിരാമം ഈ ഇന്നത്തെ പഠനത്തിന് വിരാമം കുറിക്കുന്നു. എന്ന് വെച്ചാൽ വീണ്ടും നമുക്ക് തുറന്നുള്ള ഭാഗങ്ങൾ ചിന്തയ്ക്കായി കർത്താവ് താമസിച്ചാൽ ഒരുമിച്ചുകൂടാം. ജോലിയും കർത്താവ് വിരിക്കപ്പെട്ട കീഴായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.